ലിഗീസ് ഫാഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ നമ്മുടെ പുതിയ കളക്ഷൻസ് ആരംഭിക്കുകയാണ്. ഇനി ആഴ്ചയിൽ നമുക്ക് 1-2 വീഡിയോസൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ കുറേ പേര് ഓണം കളക്ഷൻസ് കൊണ്ടുവരുന്നില്ലെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓണം കളക്ഷൻസ് വെച്ചിട്ടാണ് ഇവിടുന്ന് തുടങ്ങുന്നത് കേട്ടോ. അപ്പം ഓണം കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ സാധാരണ നമ്മൾ കൊണ്ടുവരാറുള്ള M2XXL സൈസിലുള്ള കുർത്തീസ് ഉണ്ട്, മെറ്റീരിയൽസ് ഉണ്ട്. ഇപ്രാവശ്യം നമ്മൾ കിഡ്സിൻ്റെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. കിഡ്സിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് ഒന്നുമില്ല, കുറച്ച് പട്ടുപാവാടാസ്, പിന്നെ ജെൻസിൻ്റെ ഷർട്ടും മുണ്ട്, അങ്ങനെ ഉള്ള കുറച്ച് കളക്ഷൻസ് കേട്ടോ. അത് നമ്മുടെ കസ്റ്റമേഴ്സ് പണ്ട് ചോദിക്കാറുണ്ട് നമ്മളോട് എപ്പോഴും എന്താ കിഡ്സിൻ്റെ കൊണ്ടുവരാത്തതെന്ന്. അപ്പോൾ ഓണം കളക്ഷൻ പ്രമാണിച്ച് നമ്മൾ അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസ് തുടങ്ങുന്നത്. അതേമാതിരി തന്നെ നോർമൽ നമ്മൾ പിന്നെ കൊണ്ടുവരാറുള്ള എല്ലാ കളക്ഷൻസും ഉണ്ട്, നോർമൽ കുർത്തീസ്, 3 പീസ് അങ്ങനെയുള്ളതെല്ലാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ വീഡിയോസിലേക്ക് കിടക്കണം. ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഒരു ടിഷ്യൂവിൻ്റെ കുർത്തിയാണ് കേട്ടോ. സ്ലിറ്റഡ് ആണ്, ഗോൾഡൻ ടിഷ്യൂ ആണ് വരുന്നത്. താഴെ ഒരു ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ വർക്കാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല രസമുള്ള ഒരു ആൻറ്റീക്കിൻ്റെ കട്ട് ബീഡ്സിൽ മിറർ വർക്ക് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒരു ലവ് ഷേപ്പിൽ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരു ചെറിയ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള പേളിൻ്റെ മണികളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് ഈ ഒരു പോർഷൻ കാണാനായിട്ട്. ഇതെങ്ങനെ ഇരിക്കും, നല്ല ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. ഇതിൻ്റെ ഒരു എക്സാക്റ്റ് രൂപം കാണിച്ചു തരാം നമുക്കപ്പോൾ. ഇതിനകത്ത് ആ പേളിൻ്റെ ഇത് മനസ്സിലാവും കണ്ടോ. നല്ല ആൻറ്റീക്കിൻ്റെ കട്ട് ബീഡ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ മിറേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. പിന്നെ ഓവറോൾ ഇതൊരു ഗോൾഡൻ ടിഷ്യൂ ആണ് വരുന്നത്. ഈ ഗോൾഡനേക്കാളും വിട്ട് നല്ല ഒറിജിനൽ ഗോൾഡൻ കളറാണ് ഇവിടെ ബോർഡറിൽ കൊടുത്തിട്ടുള്ളത്. ഇതേ താഴെ കുർത്തിക്ക് നല്ല ലെങ്ത്ത് വരുന്നുണ്ട്, 46 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. ഉള്ളിൽ ലൈനിങ്, കോട്ടൻ്റെ ലൈനിങ്ങും നല്ല ലെങ്ത്തിൽ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് കേട്ടോ കുർത്തിയുടെ ലുക്ക് വരുന്നത്. ഓവറോൾ പുറകു വശം ഇങ്ങനെയാണ്. ഇത് സൈസ് സ്റ്റാർട്ട് വരുന്നത് L മുതലാണ് കേട്ടോ. L, XL, XXL, M ഇല്ല സൈസ്. അത് ഇപ്പോൾ കുറേ ആൾക്കാർക്ക് നമുക്ക് 3XL കയറി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കളക്ഷൻസിൽ എമ്മിന്ന് മാറ്റിയിട്ട് L to 3XL ആയിട്ടുണ്ട്. എന്നാൽ ചിലതിൽ M തൊട്ടുമുണ്ട്. നമുക്ക് കിട്ടണതിനനുസരിച്ചാണ്. എന്താ ആ സൈസ് കൊണ്ടുവരാത്തതെന്ന് ചോദിക്കരുത്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതല്ല ഇതൊന്നും. നമുക്ക് എങ്ങനെയാണോ സെറ്റ് വൈസ് കിട്ടുന്നത് അതാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് ഇതിൽ യാതൊരു പങ്കും ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് L, XL, XXL സൈസിലാണ് വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ബാക്കിയുള്ള സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും മെഷർമെൻറ്റിൻ്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഓർഡർ എടുക്കുന്ന സമയത്ത് ചോദിക്കുക കേട്ടോ. ഇത് നോർമൽ സൈസ് സ്റ്റാർട്ടാണ്. L എന്ന് പറയുമ്പോൾ 40, XL എന്ന് പറയുമ്പോൾ 42, XXL എന്ന് പറയുമ്പോൾ 44 ആണ്. ചെസ്റ്റിൻ്റെ സൈസാണ് പറയുന്നത് കേട്ടോ. സ്ലീവിന് ഒരു 16 ഇഞ്ച്, 16.5 ആ റേഞ്ചിലേക്ക് സ്ലീവിന് ലെങ്ത്ത് വരും. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. ഓക്കെ, അടുത്തത് കാണിക്കുന്നത് ഞാൻ കുറച്ച് ചുരിദാർ മെറ്റീരിയൽസ് കാണിക്കാം. എല്ലാ ഓണം കളക്ഷനും ഇന്നത്തെ വീഡിയോയിലില്ല. എല്ലാ ദിവസവും നോർമൽ നമ്മൾ കളക്ഷൻസ് കാണിക്കുന്ന കൂട്ടത്തിൽ ഓണം കളക്ഷൻസ് കാണിച്ച് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ എല്ലാ ഓണം കളക്ഷന് വേണ്ടി മാത്രം ഒരു വീഡിയോ ആകുമ്പോൾ മറ്റ് കളക്ഷൻ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പിന്നെ അതൊരു ബോറടിയും. അതുകൊണ്ടാണ് എല്ലാ കളക്ഷൻസും ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നത്. ഇപ്രാവശ്യം തൊട്ട് നമ്മൾ ഓണത്തിനെ പ്രമാണിച്ചിട്ട് നമ്മൾ എല്ലാ പ്രൊഡക്റ്റുമ്പോഴും നമ്മൾ നോർമൽ ഇടാറുള്ള ഒരു പ്രൈസ് തന്നെയാണ് ഇടുന്നത്. അതിന് 50 രൂപ എല്ലാ പ്രൊഡക്റ്റിലും നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് ഈ ഇപ്പം കാണിക്കാൻ പോകുന്ന കളക്ഷൻസ് എല്ലാം കാണിക്കുന്നതായിട്ട്. നമ്മളൊരു ശരിക്കും എന്താ പറയുക, ഒരു വലിയൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും സജീവമായിട്ട് വരുന്ന ഒരു സമയമാണ്. അപ്പോൾ അതും കൂടി പ്രമാണിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഓഫർ കൊടുക്കുന്നത്. നോർമൽ നമ്മളൊരു 699 രൂപയുടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾ 50 രൂപ കുറച്ച് 649 രൂപ. ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും 50 രൂപ ഡിസ്കൗണ്ടാണ് കേട്ടോ. ഇത് എത്ര നാൾ വരെ ഉണ്ടെന്ന് ഇപ്പം പറയാൻ പറ്റില്ല. ഇപ്പം അതെങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പറയും. ഈ പ്രാവശ്യം കൂടി ആ ഡിസ്കൗണ്ട് ഉണ്ട് എന്നുള്ള കേസ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ശരിക്കും നമുക്ക് 749 ആണ്. 749 നമ്മൾ റേറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 50 രൂപ കുറച്ച് 699 മാത്രം പേ ചെയ്താൽ മതി കേട്ടോ. ഇനി നമ്മൾ അടുത്ത കളക്ഷൻസ് കാണിക്കാം. അടുത്തെന്ന് പറയുന്നത് മെറ്റീരിയലാണ് കേട്ടോ. ഇത് നോർമൽ നമ്മൾ വിഷുവിനും ഓണത്തിനൊക്കെ അല്ലാണ്ട് നമുക്കിങ്ങനെ ബാക്കി ഫങ്ഷൻസിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സ്റ്റാൻഡേർഡ് ഒരു ഐറ്റമാണ്. ചിലർക്ക് ഇങ്ങനത്തെ ഐറ്റംസ് എപ്പോഴും അങ്ങനെ ഓണത്തിനും അങ്ങനെയുള്ള അമ്പലങ്ങളിലേക്കും അങ്ങനത്തെ മാത്രമേ ഉപയോഗിക്കാൻ ഇഷ്ടമുണ്ടാവുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഒക്കേഷന് വേണമെങ്കിലും ഉപയോഗിക്കാം. അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ. ഒരു ബീച്ച് കളർ അല്ലെങ്കിൽ ഒരു ടിഷ്യൂലിലേക്കൊക്കെ വരുന്ന പോലത്തെ ഒരു കളറാണ്. പക്ഷെ നമുക്ക് മെറ്റീരിയൽ വരുന്നത്
നെറ്റ് കോട്ടയാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഒരു ഗോൾഡിൻ്റെ ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓണത്തിന് മാത്രമല്ല നമുക്ക് എന്ത് ഫംഗ്ഷന് വേണമെങ്കിലും യൂസ് ചെയ്യാം. നല്ല സ്റ്റാൻഡേർഡ് ഒരു ഐറ്റമാണ്. ഇവിടെ ഫ്രണ്ടിൽ നിങ്ങൾ കണ്ടോ 2 കളറിൽ എംബ്രോയ്ഡറി വർക്കാണ്, നൂല് വെച്ചിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ്. സൈഡിലൊക്കെ പേളിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരിക. ഇതിൻ്റെ ബോട്ടം ഇതാ ഇങ്ങനെ ഒരു കാക്കി ഷെയ്ഡിലേക്ക്, ഒരു ഗോൾഡൻ്റെ തന്നെ, ഗോൾഡൻ അല്ല കേട്ടോ, ഇതൊരു കാക്കി ഷെയ്ഡാണ്. കാക്കി എന്ന് വെച്ചാൽ ഒരു ബേജ് ആ ഒരു ലെവലിൽ ബോട്ടം. അതിൻ്റെ തന്നെ ഷാള് നല്ലൊരു വെറൈറ്റി പാറ്റേൺ ആണ് കേട്ടോ. ഇതും ഷാളും വരുന്നത് ഒരു നെറ്റ് കോട്ട ലെവലിൽ തന്നെയാണ്. ഇതിങ്ങനെ വരും. ഷാളിൻ്റെ ബോർഡർ വർക്ക് ഉണ്ടാവും. ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. ടസൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരും. മൊത്തത്തിലൊരു ലുക്ക് വരുന്നത്. നല്ല റേറ്റാണ് കേട്ടോ. കാരണം നല്ല സ്റ്റാൻഡേർഡാണ് ഐറ്റം. എനിക്കത് കൈ കിട്ടുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇങ്ങനെ ഇതൊരു പ്രിൻ്റാണ്. എന്നുവെച്ചാൽ ഒരു പ്രിൻ്റല്ല, ഇങ്ങനെ റൗണ്ടിൽ കൊടുത്തിട്ടുള്ള ഒരു വർക്ക്. ഇതിൻ്റെ തന്നെ വേറൊരു വർക്കും കൂടി ഉണ്ട്, അത് കാണിച്ചുതരാം. അതിൻ്റെ ബോട്ടം ഷാളൊക്കെ സെയിം ആണ് കേട്ടോ. ആ ഫ്രണ്ടിലെ വർക്ക് മാത്രമാണ് വ്യത്യാസം. ഇത് കണ്ടോ, എംബ്രോയ്ഡറി വർക്കും ആ ഒരു ത്രെഡിൻ്റെ വർക്കും ഇങ്ങനെയാണ് സ്ട്രൈറ്റ് ആയിട്ട് പോയിട്ടുള്ളത്. മറ്റേതൊരു സർക്കിൾ ഷേപ്പിലാണ് പോയിട്ടുള്ളത്. ഇവിടെ നിന്ന് എങ്ങനെയാണ് കേട്ടോ. മെറ്റീരിയലും എല്ലാം സെയിം ആണ്. ഷാളും സെയിം ആണ്. ബോട്ടം ഷാളും ഇങ്ങനെ വരും. ഇതും വേറെ ഇത് കഴിയുമ്പോൾ നല്ല രസം തന്നെയാണ് കേട്ടോ. ഇതാണ് കേട്ടോ പാറ്റേൺ വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1049 ആണെന്ന് തോന്നുന്നു. നമ്മളിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കി മേടിക്കട്ടെ. നല്ല രസമുള്ള റേറ്റാണ്. അപ്പോൾ ഈ 3 പാറ്റേണാണ് ഓണത്തിൻ്റെ ഇന്ന് കാണിക്കുന്നത്. ഇനി കിഡ്സിൻ്റെയിൽ നമ്മൾ കാണിക്കുന്നത് പട്ട് പാവാടയാണ്. പട്ട് പാവാട ഈ കിഡ്സിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ 6 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള ആൾക്കാർക്കുള്ള കളക്ഷനാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. ഗോൾഡൻ ടിഷ്യൂവിൽ വരുന്ന ഒരു ഐറ്റമാണ്. നല്ല രസമുള്ളൊരു പഫ് സ്ലീവൊക്കെ കൊടുത്തിട്ട് നല്ല പാറ്റേൺ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രിൻ്റ് വരുന്നത് ഇതാ ഇങ്ങനെയാണ്. ഒരു ഓടക്കുഴലും മയിലൊക്കെ കൂടിയുള്ള പോലത്തെ പ്രിൻ്റാണ് വരുന്നത്. പുറകിൽ സിബാണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയും പോർഷനിൽ സിബ് നല്ല ഹിഡൻ ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് അങ്ങനെ വിസിബിൾ ആയിട്ടുള്ള രീതിയിലൊന്നല്ല കേട്ടോ. ഉള്ളിൽ ലൈനിങ് ഒക്കെ കൊടുത്ത് നല്ല ഡീസൻ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് 10 വയസ്സിൻ്റെയാണ് കേട്ടോ. ഇതിങ്ങനെ ഉണ്ടോ, ഇവിടെയും ഈ താഴെയും ഈ ഗോൾഡൻ ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഒരു വൈറ്റ് ബോർഡറും കൂടി കൊടുത്തിട്ടാണ് ആ സെപ്പറേഷൻ. നല്ല ഭംഗിയുണ്ട്. ഇതാ എൻ്റെ സ്കേർട്ട് വരുന്നത് ഇങ്ങനെയാണ്. ഉള്ളിൽ ഇങ്ങനെ ഒരു വള്ളിയൊക്കെ കൊടുത്ത് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് സ്കേർട്ട്. ഇത് 10 വയസ്സിൻ്റെയാണ് കേട്ടോ. ഇതിൽ വയസ്സാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും അളവ് അറിയാനുണ്ടെങ്കിൽ ഓർഡർ എടുക്കുന്ന സമയത്ത് ചോദിച്ചാൽ മതി കേട്ടോ. എനിക്കിങ്ങനെ കൃത്യമായിട്ട് ഇതിൻ്റെ നമുക്ക് ഓൾറെഡി കിഡ്സിൻ്റെ കളക്ഷൻസ് അങ്ങനെ ചെയ്ത് ശീലമില്ല. പിന്നെ 2 ആൺപിള്ളേരായതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ കളക്ഷൻസിൻ്റെ ഡീറ്റെയിൽസ് ഇനി കൂടുതലായിട്ട് എങ്ങനെ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് എന്തെങ്കിലും മെഷർമെൻറ്റ് അളവ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം മെഷർമെൻറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓരോന്നിൻ്റെ ഇത് ഇന്നതാണ് എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളങ്ങനെ പറയാത്തത്. അപ്പോൾ ലെങ്ത്തോ എന്തെങ്കിലും അറിയണമെങ്കിൽ അങ്ങനെ ചോദിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇതൊരു പ്രിൻ്റാണ്. അപ്പോൾ നമുക്ക് ഓരോന്നിനും ഇതിൻ്റെ തന്നെയാണ് 6, 7, 8, 9 എന്ന് പറയാൻ പറ്റില്ല. ഒരു സെറ്റിൽ പല പ്രിൻ്റുകളാണ് വരുന്നത്. അപ്പോൾ 6ൻ്റെ ചിലപ്പോൾ വേറെ, 6 വയസ്സിൻ്റെ ചിലപ്പോൾ വേറെ പ്രിൻ്റ് ആയിരിക്കാം, 7 വയസ്സിൻ്റെ വേറെ പ്രിൻ്റ് ആയിരിക്കാം. പ്രിൻ്റിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. അത് നിങ്ങൾ ഓർഡർ എടുക്കുന്ന സമയത്ത് ഒന്ന് കൺഫേം ആക്കിയാൽ മതി ഏത് പ്രിൻ്റാണ് വരികയാണ്. അപ്പോൾ നമുക്കതങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം പ്രിൻ്റുകൾ മാറിയാണ് വരുന്നത്. ഒരു പ്രിൻ്റ് ഇതാണ്. ഇതും 10 വയസ്സിൻ്റെ തന്നെയാണ്. മയിലാണ് കേട്ടോ. പ്രിൻ്റ് മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി കൈയിൻ്റെ സ്റ്റിച്ചിങ്ങും ബാക്കിയെല്ലാം സെയിം ആണ്. ഇതങ്ങനെ വരും കേട്ടോ. മയിലാണ് ഡിസൈൻ പോയിട്ടുള്ളത്. ഇതിൻ്റെ താഴത്തെ മയിലിൻ്റെ കൂടെ ഒരു മയിൽപ്പീലിയും കൂടി ഉണ്ടിട്ടാ. ഇങ്ങനെയാണ് അതിൻ്റെ സെറ്റ് വരുന്നത്. അടുത്ത പ്രിൻ്റ് വരുന്നത് ഇതാ മയിൽപ്പീലി മാത്രമാണ്. മയിൽപ്പീലി അതിൻ്റെ സ്കേർട്ടിലും മയിൽപ്പീലിയാണ് പോയിട്ടുള്ളത്. കണ്ടോ, ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് 9 വയസ്സിൻ്റെയാണ് കേട്ടോ. ഇങ്ങനെ വരും. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അടുത്ത പ്രിൻ്റ് വരുന്നത് എന്ന് പറയുന്നത് ഒരു മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ഒക്കെ പോലത്തെ ഒരു പ്രിൻ്റാണ്.
ഇത് മയിലാണ്, പക്ഷെ വേറൊരു കളർ കോമ്പിനേഷനാണ്. ഇതെൻ്റെ കയ്യിലിരിക്കുന്നത് 7 വയസ്സിൻ്റെയാണ് കേട്ടോ. ഇതിൻ്റെയും കണ്ട സ്കർട്ടിൻ്റെ താഴെ സെയിം ആണ് ആ ഒരു മയിലിൻ്റെ ഡിസൈൻ തന്നെ. ഓക്കെ, അപ്പോൾ സൈസ് ഏതാന്ന് ചോദിക്കുക. അതിൻ്റെ കയ്യിൽ പ്രിൻ്റ് പലതും പലതായിരിക്കും. ഇതിലുള്ള ഏതെങ്കിലും ഒരു പ്രിൻ്റ് ആയിരിക്കും നിങ്ങളുടെ ഓരോ സൈസിൽ വരിക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ടാവും, നോക്കി മേടിക്കാം. നമുക്ക് അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു ജോർജറ്റിലാണ് കേട്ടോ. ജോർജറ്റിൽ നടുക്കൊരു പാനൽ വർക്ക് പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് വരുന്നത് ഒരു ക്യാപ്സൂൾ റയോൺ പോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഈ വൈൻ കളറിൽ വരുന്നത് നല്ല ജോർജറ്റാണ്. വേറെ ചെയ്തിരിക്കുന്നത് നല്ല രസമുള്ളൊരു പ്യോർ എന്ന് പറയുന്ന ഡാർക്ക് വൈൻ ഷെയ്ഡാണ്. കാണുമ്പോൾ മനസ്സിലാവുണ്ടോ എന്ന് പറഞ്ഞില്ല. എക്സാക്റ്റ് കളറ് ഇതെങ്ങനെ വരുന്നിട്ട് അതിനകത്ത് നല്ല രീതിക്ക് മിറർ വർക്കാണ് കൊടുത്തേക്കുന്നത്. അതിന് ചുറ്റും ചെറിയ ചെറിയ ബീഡ്സ് വർക്ക്, ചെറിയ ബീഡ്സ് ഉണ്ട് കേട്ടോ. അതിവിടെ പൂ പോലത്തെ ഒരു ഡിസൈനിലാണ്. നിങ്ങൾക്ക് എക്സാക്റ്റ് കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെയൊക്കെ ഇങ്ങനെ ഈ ഒരു ഷേപ്പിലും പിന്നെ താഴെ കുറച്ച് 3 ലെയറിലായിട്ട് മിറേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. സ്ലീവ് നോർമൽ നമ്മൾ കൊണ്ടുവരാറുള്ള പോലത്തെ ഒരു സ്ലീവല്ല, ചെറിയൊരു പഫ് സ്ലീവ്. എന്നിട്ട് താഴത്തേക്ക് കുറച്ച് ലെങ്ത്തിൽ, അതൊരു എൽബോ വരെയാണ് കേട്ടോ. എനിക്കാണ് എൽബോ വരെ. ഇനി കൈക്കൊക്കെ നല്ല നീളമുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ എൽബോ കിട്ടില്ല. സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു 12 ഇഞ്ചാണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി പോർഷൻ ലൈനിങ്ങോട് കൂടിയ വരുന്നത്. ഇതിൻ്റെ നടുക്ക് വരുന്ന ഈ പാനൽ, ഈ ഒരു പാനലിലാണ് ശരിക്കും നല്ല രസമായിട്ടാണ് കാണാനായിട്ട്. പല കളേഴ്സിൽ കൊടുത്തിട്ടുള്ളത്. അതാണ് ഇത് ശരിക്കും ഒരു ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. നോക്കി ഇതിൻ്റെ ഒരു എക്സാക്റ്റ് വ്യൂ കാണിക്കാം. ഇതെങ്ങനെ അങ്ങനെയാണ് വർക്ക് പോയിട്ടുള്ളത്. നല്ല ഡാർക്ക് ഒരു വൈൻ ഷെയ്ഡാണ്. ഇതിൻ്റെ ചെറിയ ഫ്ലീറ്റ്സിന് പറയാൻ പറ്റില്ല, നല്ല ഡീസൻ്റ് ആയിട്ടാണ്. ഇത്ര പോർഷൻ മാത്രം ഇവിടെ. 2 സൈഡിലും അങ്ങനെ ചെറുതായിട്ട് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുറകുവശം പ്യുവർ എയർലൈനാണ്, നോർമൽ എയർലൈനാണ്. ഉള്ളിൽ ക്രേപ്പിൻ്റെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തന്നെ ക്രേപ്പിൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. നല്ല രസമാണ് കേട്ടോ കാണാൻ. അധികം വെയിറ്റും ഒന്നുമില്ല, നമുക്ക് ഇടാൻ ഭയങ്കര കംഫർട്ട് തന്നെയാണ്. ഇതിൻ്റെ സൈസ് സ്റ്റാർട്ട് വരുന്നത് S മുതലാണ് കേട്ടോ. S, M, L, XL. ഇതിന് XXL ഇല്ല. ഇതാണ് ഞാൻ പറയാൻ കാരണം. നമ്മൾ നോർമൽ ഇപ്പോൾ കുറേ കാലമായിട്ട് ഫീൽഡിൽ മാറിയിട്ടുള്ളതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ എന്താണ് ഈ സൈസ് സ്റ്റാർട്ടിലൊക്കെ ഇങ്ങനെ ഒരു വ്യത്യാസം വന്നിട്ടെന്ന് അറിഞ്ഞൂടാ. നമ്മൾ നോർമൽ നേരത്തെ കാണിച്ച കുർത്തി, ഓണം കളക്ഷൻ്റെ കുർത്തി L മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. L, XL, XXL ആയിരുന്നു. ഇത് S മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. S, M, L, XL. XXL സൈസ് ഇല്ല. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 45-46 ഇഞ്ച് ലെങ്ത്താണ് ഇതിൻ്റെ നോർമൽ ലെങ്ത്ത് എന്ന് പറയുന്നത്. പക്ഷേ S സൈസിന് മാത്രം 38 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. നമ്മുടെ കുർത്തിയുടെ ലെങ്ത്ത് കേട്ടോ 38 ഇഞ്ച്. അത് ഒരു കിഡ്സുകാർ ഉദ്ദേശിച്ചിട്ടാണോ S ചേർത്തേക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ പിള്ളേർക്ക് നല്ല രസം തന്നെയാണ് ഇത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ കിഡ്സിലുള്ളവരിപ്പോൾ ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഇച്ചിരി 36 ആണ് സൈസ് വരുന്നത്. ലെങ്ത്ത് വരുമ്പോൾ 38 വരും. അങ്ങനെയുള്ളവർക്ക് അത് എടുക്കാം കേട്ടോ. ബാക്കിയുള്ള എല്ലാം ഒക്കെ നോർമൽ സൈസ് ഷർട്ട് തന്നെയാണ്. 45-46 റേഞ്ചിലേക്കാണ് ലെങ്ത്ത് വരുന്നത്. സ്ലീവ് ആണെങ്കിൽ 12 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ. ഇത് ആണ് ഫസ്റ്റ് കളർ വരുന്നത്. ഇതിൻ്റെ തന്നെ വേറൊരു കളർ ചാർട്ടും കൂടി ഉണ്ട്, അതും കൂടി കാണാം. അടുത്ത കളർ വരുന്നത് ഒരു പീക്കോ ഗ്രീൻ ആണ് കേട്ടോ. നോർമൽ ഒരു ഗ്രീൻ അല്ല, നല്ല രസമുള്ള ഒരു കളറാണ് കേട്ടോ. ഇവിടുത്തെ പാച്ച് വർക്ക് സെയിം തന്നെയാണ്. കളർ ഇങ്ങനെ പല കളേഴ്സ് വരുന്നത്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിം ആണ് കേട്ടോ. ഇവിടെ മറാഴ്സ് കൊടുത്തിട്ടുള്ളതും എല്ലാം സെയിം ആണ്. കളർ മാത്രമാണ് വ്യത്യാസമുള്ളത്. 2 കളറാണ് കേട്ടോ വരുന്നത്. ഒന്ന് വൈന്, ഒന്ന് ഈ പീക്കോ ഗ്രീനാണ് വരുന്നത് കേട്ടോ. രണ്ടും നല്ല കളറാണ്. അപ്പോൾ ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് മേടിക്കാം. S മുതലാണ് സൈസ് വരുന്നത്. S, M, L, XL. XXL ആയിട്ട് ക്ഷമിക്കുക. ഇതിൽ എനിക്ക് ഒരു പങ്കുമില്ല കേട്ടോ. 2 സൈഡിലും പ്ലീറ്റ്സ് ഇത് ഇത്ര പോയിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിനും അങ്ങനെ തന്നെയാണ്, ഇതിനും അങ്ങനെ തന്നെയാണ്. ബാക്കിയുള്ള ഫീച്ചേഴ്സും സെയിം ആണ്. അപ്പോൾ അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് റിങ്കിൾ റയോണിലാണ് കേട്ടോ. നല്ല ബഡ്ജറ്റ് റേറ്റിൽ വരുന്നൊരു കളക്ഷനാണ്. കാണാൻ നല്ല രസമാണ് കേട്ടോ. ഒരു 3 പാനൽ സ്ട്രക്ചറിൽ തന്നെ വരുന്നത്. മെറ്റീരിയൽ വരുന്നത് റിങ്കിൾ റയോണാണ് കേട്ടോ. വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. റിങ്കിൾ റയോൺ എന്ന് പറയുമ്പോൾ ഇച്ചിരി കട്ടിയുള്ള ടൈപ്പാണ്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് L സൈസാണ്. ഇച്ചിരി ലൂസാണ് എനിക്ക്. ഇവിടെ ഇങ്ങനെ 2 സൈഡിലും 2 സൈഡിലല്ലോ, ഈ സൈഡിൽ ഇതിങ്ങനെ വലിച്ചിങ്ങനെ നമുക്കിവിടെ ഷേപ്പ് ചെയ്ത് കെട്ടാൻ പാകത്തിന് ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള വള്ളി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക്
ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ എംമാരൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി ലൂസ് ഉണ്ടാവും കേട്ടോ. ഇത് എല്ലിലാണ് സ്റ്റാർട്ട് ചെയ്യണത്. XL XXL സൈസ് സ്റ്റാർട്ടിലാണ് വരുന്നത്. ഞാൻ നിങ്ങൾക്ക് വേറെ ഇത് കാണിക്കണം എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ഇട്ടതാണ്. പിന്നെ നമ്മുടെ ബോഡി ഒരു പ്രസവമൊക്കെ കഴിഞ്ഞതോടെ ചളക്കപ്പൊടുക്കാന്നൊക്കെയാണ് ഇരിക്കണം. പക്ഷെ നിങ്ങൾ ഇട്ട രീതിയിൽ മനസ്സിൽ കണ്ടുകൊണ്ട് ഐറ്റം മേടിക്കുക കേട്ടോ. നിങ്ങൾക്ക് ചിലർക്ക് ഞാൻ ഇട്ട് കാണണം എന്നുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ ഡ്രസ്സുകളൊക്കെ വെയർ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. എൻ്റെ പുറകുവശം കണ്ടോ, ഫുൾ ആ പ്രിൻ്റാണ്. ഈ പുള്ളിയുടെ പ്രിൻ്റാണ്. ഈ ഫ്രണ്ടിൽ ഒരു പോർഷൻ മാത്രമാണ് റെഡ് കളറിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇതിന് സ്ലീവ് വരുന്നത് ഒരു 16 ഇഞ്ച് ഉണ്ട്. താഴെ ലെങ്ത്ത് വരുന്നത് നമുക്കൊരു 45.5 ആ റേഞ്ചാണ് കേട്ടോ. 45-46 റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നത് ഇടാൻ ഭയങ്കര കംഫർട്ടാണ് കേട്ടോ. സിംഗിൾ റയോൺ ആയതുകൊണ്ട് തന്നെ നല്ല മെറ്റീരിയലാണ്. അപ്പം നമുക്ക് ഇടാൻ ഭയങ്കര സുഖമാണ്. പ്രൈസ് വരുന്നത് 499 മാത്രമേ ഉള്ളൂ. ഒരു 3 പാനൽ സ്ട്രക്ചറിലാണ് വരുന്ന ബഡ്ജറ്റ് റേറ്റിൽ വരുന്ന ഐറ്റമാണ്. മിസ് ചെയ്യാൻ പർച്ചേസ് ചെയ്യാം. അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു ഫീഡിങ് ടോപ്പാണ് കേട്ടോ. നല്ല രസമുള്ളൊരു ടൈ ആൻഡ് ഡൈ അങ്ങനെ പറയാൻ പറ്റില്ല, ആ ഒരു പാറ്റേണിൽ വരുന്ന ഒരു ഐറ്റമാണ്. ചെറുതായിട്ട് ഫ്രില്ലൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇവിടെ ഇങ്ങനെ നല്ല രസത്തിൽ മെഷീൻ എംബ്രോയിഡറിയിൽ ഒരു ഭാഗം കട്ട് ചെയ്ത മാതിരിയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാണ് പോലെ നല്ല വർക്കാണ് കേട്ടോ. മെഷീൻ എംബ്രോയിഡറി ആണ്, അങ്ങനെ പോകുന്ന ലെവലൊന്നുമല്ല. അപ്പോൾ നമുക്ക് ഫീഡിങ് എന്ന് പറയുമ്പോൾ പിള്ളേരെ എടുക്കുമ്പോൾ അവർക്ക് ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാവാൻ പാടില്ലല്ലോ. ഇപ്പം നമ്മളത് ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്കതങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അല്ലെങ്കിൽ അതിന് മുമ്പൊക്കെ നമ്മളങ്ങനെ ശ്രമിക്കാറുണ്ട് കൊണ്ടുവരാൻ. പിന്നെ ചിലർക്ക് കുറേ പാർട്ടി വെയറൊക്കെ വേണമെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ബീഡ്സൊക്കെ ഉള്ള കളക്ഷൻസ് കൊണ്ടുവരാറ്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലും ഹിഡൻ സിബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വരും. ഒരു റയോൺ മെറ്റീരിയലാണ്, വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. ചെറിയതായിട്ട് വേണ്ട, മൊത്തത്തിൽ ഇങ്ങനെ ഒരു ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിൽ നമുക്ക് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിന് ഡോറീസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലീവിന് ലെങ്ത്ത് വരുന്നത് ഒരു 16 ഇഞ്ചിൻ്റെ അടുത്ത് ലെങ്ത്താണ്. കുർത്തിയുടെ ഓവറോൾ ലെങ്ത്ത് വരുന്നത് ഒരു 46 ഇഞ്ചിൻ്റെ അടുത്താണ് കേട്ടോ. 45-46 റേഞ്ചിലാണ് വരുന്നത്. A ലൈനാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. ഇതും ഒരു എന്താ പറയുക, ഒരു ബ്ലൂ ഗ്രീൻ ആ ലെവലിലുള്ള കളറാണ്. പിന്നെ ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു ഡിസൈൻ വർക്കും പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ വരും. ഓക്കെ, ഇത് സൈസ് ചാർട്ട് വരുന്നത് M, L, XL, XXL അങ്ങനെ 4 സൈസ് ചാർട്ടിലാണ് വരുന്നത് കേട്ടോ. സാധാരണ നമുക്ക് ഫീഡിങ്ങിന് M കിട്ടൽ വളരെ കുറവാണ്. L മുതലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഈ ഒരു ഫീഡിങ് നമുക്ക് M ആവശ്യമുള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് M to XXL സൈസ് ചാർട്ടിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഫീഡിങ് ടോപ്പ് ആവശ്യമുള്ളവർ പർച്ചേസ് ചെയ്യാം. അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വരുന്നത് ഒരു 3 പീസ് സെറ്റാണ് കേട്ടോ. നമുക്ക് കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. ടോപ്പ്, ബോട്ടം, ഷോളിന് നല്ല ലെങ്ത്ത് വരുന്നുണ്ട്. ഒരു 2.5 മീറ്ററിൽ ലെങ്ത്ത് ഉണ്ടാവും. ഷോളിന് നല്ല വീതിയും ഉണ്ട് കേട്ടോ. അപ്പോൾ 2 സൈഡിൽ ഇടാനാണെങ്കിലും 1 സൈഡിൽ ഇടുന്നവർക്കാണെങ്കിലും നല്ലതാണ്. ഭയങ്കര സോഫ്റ്റാണ്, മൽമൽ കോട്ടൺ ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ നെക്ക് പാറ്റേൺ വരുന്നത് ഒരു ചൈനീസ് കോളർ പോലെ വന്നിട്ട് എങ്ങനെയാണ് പോണത്. എന്നിട്ടൊരു 3 വുഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലീവിൻ്റെ എൻഡിലും ഈ ഒരു ബോട്ടത്തിൻ്റെ പാച്ച് വർക്കാണ് ഇവിടെയും സ്ലീവിൻ്റെ എൻഡിലും കൊടുത്തിട്ടുള്ളത്. ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു 46 ഇഞ്ച് ലെങ്ത്താണ്. സ്ലിറ്റഡ് ആണ്, ലൈനിങ്ങോട് കൂടിയ വരുന്നത്. ബോട്ടത്തിന് ഒരു സൈഡിൽ നല്ല ഡെപ്തിലേക്ക് തന്നെയുള്ള ഒരു പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സൈസ് ചാർട്ട് വരുന്നത് L, XL, XXL, XXL ആണ്. പിന്നെ M സൈസ് ഇല്ല. അപ്പം MR ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഷേപ്പ് ആക്കിയാലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇതെല്ലാം കറക്റ്റ് സൈസാണ്. ഒരു സൈസ് പോലും ഇച്ചിരി പോലും മുന്നോട്ടില്ല കേട്ടോ. 40 എന്ന് പറഞ്ഞാൽ കറക്റ്റ് 40 ആണ്. 1 ഇഞ്ച് പോലും പൊടിക്ക് പോലും മുന്നോട്ടില്ല. അപ്പോൾ ആ ലെവലിലാണ് നിൽക്കുന്നത്. വേണമെങ്കിൽ ഒരു സൈസ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു സൈസ് മുന്നോട്ട് എടുക്കാം. ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത്. ഇങ്ങനെ ഒരു ചെറിയ കുത്തും ചെറിയൊരു ഫ്ലോറൽ ഡിസൈനുമാണ് വരുന്നത് കേട്ടോ. ഇത് തന്നെയാണ് ഇതിൽ കാണുന്ന എക്സാക്റ്റ് കളറാണ്. ഒരു അക്വാ ബ്ലൂ പോലെ തന്നെയാണ് കളർ വരുന്നത്. ഇന്ന് വരുന്ന കളേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് അങ്ങനത്തെ കളേഴ്സാണ്. ഇതങ്ങനെ വരും കേട്ടോ. സ്ലീവിൻ്റെ എൻഡിലും ഇതേമാതിരി നമ്മുടെ ബോട്ടത്തിൻ്റെ പാച്ച് വർക്കാണ്. സ്ലിറ്റഡ് ആണ്. നല്ല ലെങ്ത്തിൽ തന്നെ കോട്ടൻ്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഫുൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ബോട്ടം വരുന്നത് ഒരു സൈഡ് ബാൻഡ് പോലെയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിന് പുറകുവശം ഇലാസ്റ്റിക്കാണ് കൊടുത്തിട്ട്. ഇലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ കൂടിയും ഒരു സ്റ്റിച്ചിങ് പോയിട്ടുണ്ട്. ഇതിൻ്റെ 1 സൈഡ് പോക്കറ്റ് ഉണ്ട്. നല്ല ഡെപ്തിലേക്ക് കൈ ഇത്രയും ഭാഗം കടക്കാൻ പാകത്തിന് തന്നെ നമുക്ക് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബോട്ടത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു 38 ഇഞ്ച് ലെങ്ത്താണ് കേട്ടോ. ഇപ്പം എല്ലാം ആ ഒരു കോമൺ സൈസ് ചാർട്ടിലാണ് വരുന്നത്. കുർത്തിക്ക് ഒരു 46, ബോട്ടത്തിന് ഒരു 38, അതാണ് ഒരു സ്റ്റാൻഡേർഡ് സൈസ് ചാർട്ട്.
വരുന്നത് കേട്ടോ. അത്യാവശ്യം വിരിവോട് കൂടി തന്നെയാണ് ബോട്ടം വരുന്നത്. ഇതിലും ആ ഒരു കളർ തീം തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മൾ ബഡ്ജറ്റ് റേറ്റിലാണ് കൊണ്ടുവന്നിട്ട് നമുക്ക് നോർമൽ നമ്മൾ ഇടുന്ന റേറ്റ് അനുസരിച്ച് 1049 കുർത്തിയുടെ റേറ്റ് വരുന്നത്. നമ്മൾ 50 രൂപ ഡിസ്കൗണ്ട് പ്രമാണിച്ച് 999 ആണ് ഇടുന്നത് കേട്ടോ. നമ്മൾ ഡിസ്കൗണ്ട് സെയിലൊക്കെയാണ് നമ്മളത് കൊണ്ടുവരാറ്. ഇപ്രാവശ്യം നേരിട്ട് ഡയറക്റ്റ് ഈ പ്രൈസിലാണ് വരുന്നത്. അപ്പം മിസ് ചെയ്യാണ്ട് തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യുക. L മുതൽ XXL ആണ് കേട്ടോ. XXL സൈസുകാർക്ക് ഇനി ഇങ്ങനത്തെ 3 പീസ് കിട്ടുന്നില്ല എന്നുള്ള പരാതി വേണ്ട. നമ്മൾ ഇങ്ങനത്തെ ഇനി XXL സൈസും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇനിയുള്ള വീഡിയോസ് പോണത്. നമ്മളങ്ങനെ കിട്ടിയപ്പോൾ നമ്മളങ്ങനെ വേണ്ടാന്ന് പറഞ്ഞില്ലേ. ചിലപ്പോൾ ഞാൻ M മുതൽ ഇല്ലെങ്കിൽ ആ സൈസ് അല്ലെങ്കിൽ ആ ഒരു കളക്ഷൻ എടുക്കാറില്ല. പക്ഷേ ഇനി XXL പലപ്പോഴും നമ്മുടെ യൂട്യൂബിൻ്റെ താഴെ വന്ന് ചോദിക്കാറുണ്ട് ബിഗ് സൈസ് ഇല്ലേന്ന്. പക്ഷെ അതിലും വലിയ ബിഗ് സൈസ് ഇപ്പോൾ ഒരു 4XL 5XL ഒന്നും നമുക്ക് അങ്ങനെ കിട്ടാറില്ല. ചിലപ്പോൾ അതിന് സെപ്പറേറ്റ് ഒരു ഇതുണ്ടാവും. പക്ഷെ അപ്പോൾ നമുക്ക് M എല്ലാവർക്കും ഒന്നും കൊടുക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡ് സൈസായിട്ടുള്ള പോണേ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെയാണ് നമുക്ക് കാണിക്കാനുള്ളത്. ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് ഏത് സൈസാണോ വേണ്ടത് ആ സൈസ് കൃത്യമായി മെൻഷൻ ചെയ്തിട്ട് അയക്കുക. നമുക്ക് റിട്ടേൺ പോളിസി ഉള്ളത് ഡാമേജ് ആയ പ്രൊഡക്റ്റിന് മാത്രമാണ്. എനിക്കത് കിട്ടിയിട്ട് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ അതിൻ്റെ കളർ ഇഷ്ടപ്പെട്ടില്ല, കളർ ചെറിയ ചെറിയ വേരിയേഷൻസ് എന്തായാലും ഉണ്ടാവും. ഞങ്ങൾ എടുക്കുന്ന ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോൺ വേറെ ആയിരിക്കും. ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. അങ്ങനെ കുഴപ്പമില്ല എന്നുള്ളവരാണ് നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കളറിലോ അല്ലെങ്കിൽ കാണുന്ന കളറിലോ ഞാനങ്ങനെ പറയാൻ കാരണമുണ്ട്. നമ്മൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ എൻ്റെ അമ്മ ഇതാണോ കളർ എന്ന് തോന്നിപ്പോകും നമുക്ക്. അപ്പം അത് സ്വാഭാവികമായും ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. നമുക്ക് റിട്ടേൺ ഉള്ളത് ഡാമേജ് ആയ പ്രൊഡക്റ്റിന് മാത്രമാണ്. ഇനി നമ്മളിവിടുന്ന് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫ്രീ ഷിപ്പിങ്ങിന് നോർമലി നമ്മൾ DTDC ആണ് ചെയ്യാറ്. ഇത്തവണ മുതൽ പോസ്റ്റലിലും ഫ്രീ ഷിപ്പിംഗ് ഉണ്ട്. അത് രജിസ്റ്റേർഡ് പാഴ്സലായിട്ടാണ് നമ്മൾ ഇവിടുന്ന് അയക്കുക. അപ്പം പെട്ടെന്ന് കിട്ടണമല്ല, നിങ്ങൾക്ക് DTDC അവൈലബിൾ ആണ് എന്നുള്ളവർ DTDC തന്നെ പറയാം കേട്ടോ. കാരണം പോസ്റ്റിൽ അയക്കുമ്പോൾ DTDCക്കാരാണെങ്കിൽ ഇവിടുന്ന് വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോയിക്കോളും. അപ്പോൾ അതിനൊരു ഡിലേ വരില്ല. ഇത് നമ്മൾ അവിടെ കൊണ്ടു കൊടുക്കണം. നമ്മുടെ തൊട്ടടുത്ത ബ്രാഞ്ചിലല്ല, മെയിൻ ബ്രാഞ്ചിലാണ് ഇത് കൊണ്ടു കൊടുക്കുന്നത്. ഇത്ര എണ്ണ ആവുമ്പോൾ ഇത് ചെറിയ ബ്രാഞ്ചാണ്. അപ്പോൾ അതിനൊക്കെ ഒരു ഡിലേ ഉണ്ടാവും. പോസ്റ്റ് ഓഫീസിൽ ഇനി ചിലർക്കൊക്കെ പോസ്റ്റ് ഓഫീസ് നേരത്തെയൊക്കെ കിട്ടാറുണ്ട്. ഇവിടെ എനിക്ക് കിട്ടുന്ന പ്രമാണിച്ചുള്ള കൺസിഡറേഷൻ വെച്ച് ലേറ്റ് ആവും. അതുകൊണ്ടാണ് പറയുന്നത്, പോസ്റ്റൽ വേണമെന്ന് നിർബന്ധമുള്ളവർ നിങ്ങൾ ഓർഡർ എടുക്കുന്ന സമയത്ത് കൃത്യമായി മെൻഷൻ ചെയ്യുക കേട്ടോ. രജിസ്റ്റേർഡ് പാഴ്സലായിട്ടായിരിക്കും ഇവിടെ നയിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ DTDC വഴി തന്നെയാണ് ഇവിടെ നയിക്കുക. അതും കൂടി ഒന്ന് ഓർമ്മ വെച്ചേക്കാം. അപ്പോൾ നമുക്ക് അടുത്ത കളക്ഷനായിട്ട് വീണ്ടും കാണാം. ടാറ്റാ.